പത്തനംതിട്ട ജില്ലയിലെ ശാന്തസുന്ദരമായ ഒരു ഗ്രാമം ഇലന്തൂർ. പുറമേ നിന്ന് നോക്കിയാൽ അത്യന്തം സമാധാനപരമായ അന്തരീക്ഷം. അവിടെ പരമ്പരാഗത നാട്ടുവൈദ്യവും തിരുമൽ ചികിത്സയുമായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, ഭഗവത് സിംഗ്. കൂടെ താങ്ങായി ഭാര്യ ലൈലയും. നാട്ടുകാർക്കൊക്കെ വലിയ ബഹുമാനമായിരുന്നു ഇവരോട്. എന്നാൽ ഇവർക്ക് പിന്നിൽ ആ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഇരുട്ടിന്റെ മറവിൽ മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ചിലത് നടക്കുന്നുണ്ടായിരുന്നു. ഐശ്വര്യത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും വേണ്ടി നിരപരാധികളായ സ്ത്രീകളെ അതിക്രൂരമായി ബലി കൊടുക്കുക, അവരുടെ ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി മുറിക്കുക, ആ മാംസം ഭക്ഷിക്കുക. കേൾക്കുമ്പോൾ ഏതെങ്കിലും ഹൊറർ സിനിമയിലെ കഥയാണെന്നൊക്കെ തോന്നിപ്പോകും. എന്നാൽ 2022 ഒക്ടോബറിൽ കേരളത്തിൽ നടന്ന യഥാർത്ഥ സംഭവമാണിത്. വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും ആ വീടും തിരുമു കേന്ദ്രവും കാടുമൂടി പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മയായി അവശേഷിക്കുകയാണ്. കേരളത്തെ നടുക്കിയ ആ ഇരട്ട നരബലിയുടെ ചുരുളുകൾ ഇവിടെ നിവർത്തുകയാണ്. തുടക്കം ഒരു പരാതിയിൽ നിന്നായിരുന്നു. 2022 സെപ്റ്റംബർ 26 കടവന്ത്ര പൊന്നുരുന്നി സ്വദേശിയായ പത്മം എന്ന 52 വയസ്സുകാരിയെ കാണാതാകുന്നു. ലോട്ടറി വിറ്റ് ജീവിച്ചിരുന്ന സാധാരണക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു അവർ. അമ്മയെ കാണാനില്ലെന്ന മകന്റെ പരാതിയിൽ കടവന്ത്ര പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. പത്മത്തിന്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ച പോലീസിന് ലഭിച്ച ആദ്യ സൂചന തിരുവല്ലയിൽ നിന്നായിരുന്നു. അങ്ങോട്ടേക്കുള്ള അന്വേഷണമാണ് കൊച്ചി പോലീസിനെ ഇലന്തൂരിലെ ആ വൈദ്യന്റെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ അവിടെ വെച്ച് പുറത്തു വന്നത് പത്മത്തിന്റെ മരണം മാത്രമല്ലായിരുന്നു. അതിനും മാസങ്ങൾക്ക് മുമ്പ്, അതായത് 2022 ജൂൺ മാസത്തിൽ കാലടിയിൽ നിന്ന് കാണാതായ ആലപ്പുഴ സ്വദേശിനി റോസ്ലിൻ എന്ന 49 വയസ്സുകാരിയും ഇതേ വീട്ടിൽ വെച്ച് ഇല്ലാതാക്കപ്പെട്ടിരുന്നു. ഒരേ വീട്, ഒരേ കൊലയാളികൾ. എന്നാൽ ഈ ദമ്പതികളെ ഇതിലേക്ക് നയിച്ച ഒരു മൂന്നാമനുണ്ടായിരുന്നു, മുഹമ്മദ് ഷാഫി എന്ന റഷീദ്. മുഹമ്മദ് ഷാഫി പെരുമ്പാവൂർ സ്വദേശിയായ കുപ്രസിദ്ധ കുറ്റവാളിയായിരുന്നു, ഈ കഥയിലെ യഥാർത്ഥ വില്ലൻ. അയാൾ ശ്രീദേവി എന്ന പേരിൽ ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി. ആ അക്കൗണ്ട് വഴി ഇലന്തൂരിലെ നാട്ടുവൈദ്യനായ ഭഗവത് സിംഗുമായി സൗഹൃദം സ്ഥാപിച്ചു. സ്ത്രീയാണെന്ന വ്യാജേന ചാറ്റ് ചെയ്ത ഷാഫി ഭഗവത് സിംഗിനോട് ഇങ്ങനെ പറഞ്ഞു: "എന്റെ അറിവിൽ റഷീദ് എന്നൊരു സിദ്ധനുണ്ട്. അയാളെ കണ്ട് പൂജ നടത്തിയാൽ നിങ്ങളുടെ കുടുംബത്തിന് വൻ ഐശ്വര്യവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും." അന്ധവിശ്വാസത്തിൽ മുങ്ങിയിരുന്ന ഭഗവത് സിംഗ് ഇത് വിശ്വസിച്ചു. തുടർന്ന് റഷീദ് എന്ന സിദ്ധനായി ഷാഫി തന്നെ ഭഗവത് സിംഗിന്റെ ഭാര്യ ലൈലയുടെ മുന്നിൽ അവതരിച്ചു. പൂജയുടെ ഭാഗമാണെന്ന് വിശ്വസിപ്പിച്ച് ഭർത്താവിന്റെ മുന്നിൽ വെച്ച് ലൈലയുമായി ഷാഫി ശാരീരിക ബന്ധത്തിൽ പോലും ഏർപ്പെട്ടു. ഇരുവരുടെയും വിശ്വാസം ദൃഢമായപ്പോൾ ഷാഫി തന്റെ അടുത്ത മാസ്റ്റർ പ്ലാൻ പുറത്തെടുത്തു. കൂടുതൽ സമ്പത്തുണ്ടാക്കാൻ നരബലി നടത്തണം. ആദ്യത്തെ ഇര റോസ്ലിൻ. നീലചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം, 10 ലക്ഷം രൂപ പ്രതിഫലം നൽകാം, ഇതായിരുന്നു വാഗ്ദാനം. സമ്മതിച്ചതോടെ ഷാഫി തന്നെ കാലടിയിൽ നിന്ന് റോസ്ലിനെ ഇലന്തൂരിലേക്ക് എത്തിക്കുന്നു. എന്നാൽ ഇവിടെ റോസ്ലിനെ കാത്തിരുന്നത് മറ്റൊരു ദുർവിധിയായിരുന്നു. കട്ടിലിൽ കെട്ടിയിട്ട ശേഷം ഇരുപ്രതികളും ചേർന്ന് റോസ്ലിനെ ക്രൂരമായി പീഡിപ്പിച്ചു. ഒടുവിൽ ലൈലയാണ് റോസ്ലിന്റെ കഴുത്തിൽ ആദ്യമായി കത്തിവെക്കുന്നത്. രക്തം ഒരു പാത്രത്തിൽ ശേഖരിച്ചു. സ്വകാര്യ ഭാഗങ്ങളിൽ കുത്തി മുറിവേൽപ്പിച്ചു. ആ ചോര വീടിന്റെ പല ഭാഗങ്ങളിലും തളിച്ച് അവർ ആഭിചാര ക്രിയകൾ നടത്തി. ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി പറമ്പിൽ തന്നെ കുഴിച്ചിട്ടു. ഇതിനായി ഷാഫി വാങ്ങിയത് 2.5 ലക്ഷം രൂപയായിരുന്നു. രണ്ടാമത്തെ ഇര പത്മം. ആദ്യ ബലി കഴിഞ്ഞിട്ടും സാമ്പത്തികം വരാത്തതുകൊണ്ട് തന്നെ ഭഗവത് സിംഗ് പരാതിപ്പെട്ടു. അപ്പോൾ ഷാഫി പറഞ്ഞത് ഇങ്ങനെ: "നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു ശാപമുണ്ട്, അത് മാറാൻ ഒരു ബലി കൂടി വേണം." അങ്ങനെയാണ് കടവന്ത്രയിൽ നിന്ന് പത്മത്തെ അതേ രീതിയിൽ ഷാഫി ഇലന്തൂരിലേക്ക് എത്തിക്കുന്നത്. റോസ്ലിന് സംഭവിച്ച അതേ ക്രൂരത പത്മത്തിനും നേരിടേണ്ടി വന്നു. അവരെയും തലയറുത്ത് കൊന്ന് ശരീരഭാഗങ്ങൾ മുറിച്ച് വീട്ടുപറമ്പിൽ കുഴിച്ചിട്ടു. ഒരു മൊബൈൽ ഫോണും ലൊക്കേഷനും പോലീസിന്റെ കൃത്യമായ അന്വേഷണവുമാണ് ഈ ചോരക്കളിക്ക് അറുതി വരുത്തിയത്. 2022 ഒക്ടോബർ 11 പ്രതികളുടെ അറസ്റ്റും രേഖപ്പെടുത്തി. DNA പരിശോധനയിലൂടെയാണ് ആ ശരീരഭാഗങ്ങൾ പത്മത്തിന്റേതും റോസ്ലിന്റേതുമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. അന്ധവിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യനെ കൊന്നു തിന്നാൻ പോലും മടിക്കാത്ത നരഭോജികളായി ഈ 3 പേരും മാറുകയായിരുന്നു. ഇന്ന് 4 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ ഈ ഒരു കേസിന്റെ വിചാരണ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 200-ലധികം സാക്ഷികളുണ്ട് ഈ കേസിൽ. പ്രതികളായ മുഹമ്മദ് ഷാഫിയും ഭഗവത് സിംഗും ലൈലയും
കഴിഞ്ഞ 2 വർഷമായി ജയിലിനുള്ളിലാണ്. ഇന്ന് ആ ഭീകരമായ സംഭവങ്ങൾ പുറത്തു വന്നിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. പത്തനംതിട്ട ഇലന്തൂരിലെ ആ ശാന്തമായ ഗ്രാമവഴിയിലൂടെ ഇന്നും നടക്കുമ്പോൾ വഴിയരികിലെ കാടുമൂടി കിടക്കുന്ന ആ പഴയ തിരുമൽ കേന്ദ്രവും വീടും നമുക്ക് കാണാം. ഒരു കാലത്ത് രോഗശാന്തി തേടി ആളുകളെത്തിയിരുന്ന ആ തിരുമൽ കേന്ദ്രത്തിന്റെ വാതിലുകൾ ഇന്ന് ചിതലെടുത്ത് നശിക്കുകയാണ്. ആ വീടും പരിസരവും പൂർണ്ണമായും കാട്ടുചെടികളും വള്ളിച്ചെടികളും കയറി മൂടിയിരിക്കുന്നു. പകൽ വെളിച്ചത്തിൽ പോലും ആളുകൾ ഭയത്തോടെയല്ലാതെ ആ വഴിയിലൂടെ നടക്കാറില്ല. ജനലുകളും വാതിലുകളും അടഞ്ഞുകിടക്കുന്ന, ആരും തിരിഞ്ഞു നോക്കാത്ത ആ ശൂന്യമായ വീടിന്ന് അന്ധവിശ്വാസത്തിന്റെ ക്രൂരത വിളിച്ചോതുന്ന ഒരു പ്രേതാലയം പോലെയാണ് അവിടെ നിൽക്കുന്നത്. ആ വീടിന്റെ പറമ്പിലെ മണ്ണിലാണ് റോസലിന്റെയും പത്മത്തിന്റെയും ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ടത്. ഐശ്വര്യവും സമ്പത്തും തേടി സ്വന്തം ആത്മാവിനെ പിശാചിന് പണയം വെച്ച ഭഗവത് സിംഗും ലൈലയും ഒപ്പം അവരെ നയിച്ച മുഹമ്മദ് ഷാഫിയും ഇന്ന് അഴിക്കുള്ളിലാണ്. അവരുടെ വിചാരണ നടപടികൾ കോടതിയിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 21ാം നൂറ്റാണ്ടിലും സാക്ഷരതാ കേരളത്തിൽ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത നരഭൂജികൾ നമ്മൾക്കിടയിൽ ഉണ്ടെന്ന് ഭയപ്പെടുത്തുന്ന സത്യമാണ് ഈ ഒരു സംഭവം വ്യക്തമാക്കുന്നത്. അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ചാൽ മനുഷ്യൻ മൃഗത്തേക്കാൾ ക്രൂരനാകുമെന്ന് ഇലന്തൂർ തെളിയിക്കുകയായിരുന്നു. റോസ്ലിനും പത്മവും കൊല ചെയ്യപ്പെട്ടത് കേവലം 3 വ്യക്തികളാലല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും വേരോടിക്കിടക്കുന്ന അന്ധവിശ്വാസത്തിന്റെ ആ ഇരുണ്ട ചിന്തകളാലാണ്. നിയമത്തിന്റെ വഴിയിൽ വിധി വരാനിരിക്കുന്നതേയുള്ളൂ. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നും നീതി വൈകുമെങ്കിലും ആ പാവപ്പെട്ട സ്ത്രീകളുടെ ആത്മാക്കൾക്ക് അർഹമായ നീതി ലഭിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം.